ഹലോ സുസാമൻ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്താണ് ഹൗസ് ബിൽഡിംഗ്, എങ്ങനെയാണ് ഹൗസ് ബിൽഡിംഗ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി അതിനകത്ത് പറഞ്ഞിരുന്നു ഹൗസ് ബിൽഡിങ്ങിൽ കുറച്ച് സെക്ഷൻസ് ഓൾഡ് ഏജ് ഹോമിലുണ്ടെന്ന്. അപ്പോൾ എന്താണ് ഈ ഓൾഡ് ഏജ് ഹോമിൽ സെക്ഷൻസ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. നോർമൽ ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ടുള്ള പേഷ്യൻസ് നിൽക്കുന്ന സ്ഥലമാണത്. അവിടെ ബെഡ് റെഡൻസ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും, അതേപോലെ സ്വന്തം കാര്യങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന പേഷ്യൻസും അവിടെ ഉണ്ടാവും. രണ്ടാമത്തതാണ് ഡിമെൻസിൻ്റെ ഓൾഡ് ഏജ് ഹോം എന്ന് പറയുന്നത്. ഡിമെൻസിൻ്റെ ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മക്കുറവുള്ള പേഷ്യൻസ് നിൽക്കുന്ന സ്ഥലമാണത്. അടുത്തതായിട്ട് ടാഗസ് പ്ലേഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേ കെയർ സെറ്റപ്പാണ്. രാവിലെ ഈ പേഷ്യൻസ് വരുന്നു, അതേപോലെ തന്നെ വൈകുന്നേരം ആകുമ്പോൾ അവർ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. പിന്നെയാണ് കുർസൈറ്റ് പ്ലേഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ടേമിലോട്ട് വേണ്ടിയിട്ടുള്ളതാണ്. കുർസൈറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം എന്നാണ് മീനിങ്. അടുത്തതാണ് ഹോസ്പിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഹെവി ഡിസീസ് കാരണം മരണത്തോട് അടുത്തിരിക്കുന്ന പേഷ്യൻസ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അടുത്തതാണ് ആംബുലൻറ്റ് ഫ്ലീഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻസിനെ വീടുകളിൽ പോയിട്ട് കെയർ ചെയ്യുന്നതാണ്. കമ്പാരിറ്റീവ്ലി അവിടെ വീക്കെൻഡ്സിൽ ഡ്യൂട്ടി കുറവായിരിക്കും. അപ്പോൾ ഇതേപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ്സ് വീഡിയോസ് കാണാനായിട്ട് വേഗം ഈ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും വിസ് ഗ്ലാവിഷ്.